കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. പരിക്കേറ്റ ഡോക്ടർ വിപിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാവിലെ 11 മണിക്കാണ് സനൂപ് തന്റെ 2 മക്കൾക്കൊപ്പം ആശുപത്രിയിലെത്തുന്നത്. കയ്യിലൊരു ബാഗും കരുതിയിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരോട് സൂപ്രണ്ടിനെ കാണണമെന്നാവശ്യപ്പെടുന്നു. ഉച്ചയ്ക്ക് 1:30 അക്രമി സനൂപ് സൂപ്രണ്ടിന്റെ ഈ മുറിയിലേക്ക് എത്തുന്നത്. ആ സമയം മുറിയിലുണ്ടായിരുന്നത് ഇപ്പോൾ വെട്ടേറ്റ ഡോക്ടർ വിപിനും ഒപ്പം ഒരു രോഗിയും 2 ആശുപത്രിയിലെ ജീവനക്കാരുമായിരുന്നു ഈ മുറിയിൽ ആ സമയം ഉണ്ടായിരുന്നത്. തന്റെ കയ്യിൽ കരുതിയ ബാഗിൽ നിന്ന് വടിവാൾ പുറത്തെടുത്ത പ്രതി സനൂപ് ഈ ഡോക്ടറോട് തന്റെ മകൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് നേരെ വടിവാൾ വീശുന്നു. ഡോക്ടറുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന ഒരു രോഗി ഈ വടിവാൾ പിടിച്ചതുകൊണ്ട് മാത്രം മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റില്ല. സൂപ്രണ്ടിന്റെ മുറിയിലുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ആശുപത്രി ജീവനക്കാരും രോഗികളും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. അപ്പോഴും സനൂപ് ചുറ്റും കൂടി നിന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് സനൂപിനെ കീഴ്പ്പെടുത്തിയത്. പിന്നെ ഞങ്ങൾ ലാബിൽ ചെറിയൊരു ബ്ലഡ് ചെയ്യാത്തൊരു ടെസ്റ്റിന്റെ ബ്ലഡ് എടുത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ആ പേഷ്യൻറ്റുമായിട്ട് ഞങ്ങൾ സൂപ്രണ്ടിൻ്റെ റൂം പോയതാണ്. അപ്പോൾ മെഡിസിൻ്റെ ഡോക്ടർ വന്ന് ഈ പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ മെഡിസിൻ്റെ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനുണ്ട്, ലാബിൽ വേറെ അനിൽ എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ അഷ്റഫ് എന്ന് പറഞ്ഞാണ് ആ പേഷ്യൻ്റ്, പിന്നെ വിപിൻ ഡോക്ടറും. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാണ്. എൻ്റെ മോളെ കൊന്ന് എന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആൻറ്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് ചുവന്നത്. പരിക്കേറ്റ ഡോക്ടർക്ക് അടിയന്തരമായി ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ മകൾ അനന്യയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു പിതാവ് സനൂപ് ആക്രമിച്ചത്. ജനം, കോഴിക്കോട്.